രണ്ടുപേർക്കുള്ള ആ ഒരു സർപ്രൈസ് കിട്ടിയില്ലേ അല്ലേ? ജോബ് ഞാനും ആക്ച്വലി ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരാളുണ്ടായിരുന്നു, നമ്മൾ നെടുപടി വേണമെങ്കിൽ മകൻ ഉണ്ണി ഉണ്ടായിരുന്നു. ജോബ് ഞാൻ ഒരുമിച്ച് പഠിച്ചാണ്. എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്ക് അറിയുന്ന കഥയാണ്. അപ്പൊ അന്ന് സ്കൂളിലെ ഏറ്റവും നല്ല പാട്ടുകാരൻ ജോബാണ്. അപ്പൊ ഈ പറയുന്ന പോലെ ഞാൻ കൂടുതലും ഈ പ്രസംഗ മത്സരങ്ങൾ പാടുമായിരുന്നു കുറച്ച്, പക്ഷെ കൂടുതലും പ്രസംഗ മത്സരമൊക്കെയാണ്. പെൺകുട്ടികൾക്കിടയിൽ പ്രസംഗത്തിനൊന്നും വലിയ മാർക്കറ്റ് ഇല്ല, പാട്ടിനാണ് കൂടുതൽ മാർക്കറ്റ്. അപ്പൊ അതിന്റെ എല്ലാ ഗുണങ്ങളും മുതലെടുത്ത ഒരാളാണ് ജോബ് കുര്യൻ. കാരണം അന്ന് ഞങ്ങളൊക്കെ ഒരു 11th 12th ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ കേരള കലോത്സവം പോലെ CBSE യൂത്ത് ഫെസ്റ്റിവൽ ഭയങ്കര പോപ്പുലർ ആയി തുടങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ ഭാരതി വിദ്യാഭവൻ, ഞാൻ അച്ഛൻ മരിച്ചതിന് ശേഷം സയൻസ് സ്കൂളിൽ നിന്ന് ഭാരതി വിദ്യാഭവനിലേക്ക് മാറി. അവിടെ വെച്ചാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത്. അപ്പോൾ ഈ CBSE യൂത്ത് ഫെസ്റ്റിവലിന് ഞങ്ങൾ ഈ പ്രസംഗ മത്സരം അത് ഇതെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഇവൻ പാടാൻ വരും സ്റ്റേജിൽ. അപ്പൊ ജോ പാടാൻ വരുന്ന പറയുമ്പോൾ എനിക്ക് അന്നേ കാണാം എല്ലാ സ്കൂളിലെയും കുട്ടികളും എസ്പെഷ്യലി പെൺകുട്ടികളും ഓടി വന്ന് പാട്ട് കേൾക്കാൻ നിൽക്കും. ഇവൻ അസലായിട്ടൊന്ന് ക്ലാസിക്കൽ ഭയങ്കര നന്നായിട്ട് പാടുമായിരുന്നു. ട്രെയിൻ സിംഗറാണ് ഓബ്വിയസ്ലി. പക്ഷെ എനിക്ക് പിന്നീട് സർപ്രൈസ് ഉണ്ടായില്ല. അവൻ ഈ സിനിമ പ്ലേ ബാക്കിലേക്ക് വരാതെ അവൻ ഓൺ മ്യൂസിക് പ്രൊഡക്ഷൻ ആ ലൈനിലേക്ക് പോയത് എനിക്ക് ആക്ച്വലി സർപ്രൈസ് ഉണ്ടായിരുന്നില്ല. കാരണം അന്നേ എനിക്ക് എന്റെ ഓർമ്മയിൽ അവൻ മ്യൂസിക്. എനിക്ക് ആക്ച്വലി ഒരു പുതിയ സിംഗറിനെ കുറിച്ച് പറയാനുണ്ട്. അത് പൃഥ്വിയാണ്. വോയിസ് കേട്ട് നോക്കും. പൃഥ്വിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ട്രാക്ക് പാടിയ അയാളാണ് ട്രാക്ക് പാടിയത്. പൃഥ്വിക്ക് ഓക്കെ ആണെങ്കിൽ ട്രാക്ക് പാടിയ വോയിസ് നമുക്ക് ഫൈനലിൽ വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ആരാണ് ഈ സിംഗർ? അതൊരു പുതിയ ആളാണ്, ഞങ്ങളുടെ പേര് ജോബ് കുര്യൻ. ഞാൻ പറഞ്ഞു പുതിയ ആളല്ല, വളരെ പഴയ ആളാണ്. അപ്പൊ അന്നാണ് ദീപക്കിന് മനസ്സിലാവുന്നത് ഞങ്ങൾ അത്ര പഴയ ഫ്രണ്ട്സ്. അപ്പൊ അന്ന് ഉറുമിയിലും പാടി, എമ്പുരാനിൽ പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന്റെ വോയിസ്. എനിക്ക് ആക്ച്വലി ഇവൻ കലി എന്ന് പറഞ്ഞ സിനിമയിൽ ഗോപി സുന്ദറിന് വേണ്ടി പാടിയ പാട്ട് എന്റെ പ്ലേലിസ്റ്റിൽ എപ്പോഴും മുകളിലുള്ള ചില്ലുറാന്തൽ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ അമേസിങ് സിംഗർ. എനിക്ക് ഉറപ്പുണ്ട് ഇനിയൊരു 10 വർഷം കഴിഞ്ഞ് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ജോബ് ഇനി ഒരുപാട് മുന്നിലേക്ക് പോയി കാണുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ആർട്ടിനെ, അവന്റെ സംഗീതത്തെ അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കലാകാരനാണ്. കലയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇഫ് യു ആർ റിയലി ഓണസ്റ്റ് അബൌട്ട് ഇറ്റ്, നമ്മുടെ ക്രാഫ്റ്റിനോട് നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ അതിനെ പരിഗണിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ പേ യു വൺ ഡേ, ഇറ്റ് വിൽ പേ യു ബാക്ക്. അങ്ങനെ ഒരു എന്റെ സുഹൃത്ത് ബിനുവിനോട് ഞാനിപ്പോൾ വരുന്ന വഴി, ബിനു ബിസിനസ്സുകാരനാണ്, ഇപ്പോൾ കലയിൽ കൈയിട്ട് തുടങ്ങി. അദ്ദേഹം ബൾട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസറാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ അതായിരുന്നു. That's what I'm saying. So Job is he will go on to be a truly sensational artist. He already is, and I'm really proud actually ഇന്ന് ഇതിന്റെ ഈ സ്റ്റേജിൽ നിൽക്കുന്നതിൽ. ഇത് ആക്ച്വലി എനിക്കാണ് ഇന്നത്തെ ഈ പ്രിവിലേജ്. So thank you for the AV and I'll take the mic and I'll stay for the song as well, please. And you can